ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും. ലീഗിൽ അംഗത്വം എടുക്കുന്നതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ മതം, വിശ്വാസം, രാഷ്ട്രീയം, കാഴ്ചപ്പാട് എല്ലാം നിർവചിക്കുകയാണ്. ലീഗൽ അംഗത്വം എടുക്കുന്നതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ വാപ്പയെ തിരിച്ചറിയുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു കൂട്ടർ ജയിക്കും, ഒരു കൂട്ടർ തോൽക്കും, അല്ലെ? രണ്ടു കൂട്ടർ കൂടെ ജയിക്കാൻ പറ്റൂല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ജയിച്ച ആളുകൾ ആഹ്ലാദ പ്രകടനം നടത്തുമ്പം നല്ല നിയന്ത്രണം വേണം, നല്ല നിയന്ത്രണം വേണം. ആ നിയന്ത്രണമില്ലെങ്കിൽ വരാൻ പോകുന്നത് എന്താ? കൂത്താടുന്നവരുടെ കൂടെ ഞങ്ങളും കൂത്താടുകയായിരുന്നു എന്ന് നാളെ നരകത്തിൽ കിടന്ന് പറയേണ്ടി വരും. അവിടെ പണ്ഡിതന്റെ കോലം കത്തിക്കും, അവിടെ പണ്ഡിതന്മാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കും. അതെത്ര പുളിച്ച മുദ്രാവാക്യവും വിളിക്കും, എത്ര വലിയവന്റെ കോലവും കത്തിക്കും. ഒരു പേടി ഉണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ. നല്ലോണം കരുതണം. എന്തൊക്കെ തോന്നിയാസാണ് ആലിമിനെതിരെ, സയ്യിദിനെതിരെ, അല്ലെങ്കിൽ സാധാരണക്കാരനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോഴൊക്കെ നല്ല നിയന്ത്രണം വേണം. തോറ്റ സ്ഥാനാർത്ഥിക്കെതിരെ പോലും മുദ്രാവാക്യം വിളിക്കുമ്പോൾ നിയന്ത്രണം വേണം. അല്ലെങ്കിൽ നാളെ പരലോകത്ത് നരകത്തിൽ കടന്ന് പറയേണ്ടി വരും. ഒടുവിലായി എന്റെ സഹോദരങ്ങളോട് ഒറ്റ വാക്ക് പറയാനുള്ളത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ സൂറത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, കേരളത്തിന്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നടന്നപ്പോൾ പതിനായിരക്കണക്കായ ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ, എന്നെ മിതമായും അമിതമായും പല ആളുകളും പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ, എന്നല്ല തിരുവനന്തപുരത്ത് ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇതിന്റെ 4 ഇരട്ടി ഈ ടൗണിന്റെ പരിസരം മുഴുവനും, തിരുവനന്തപുരം മുഴുവനും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സർവശക്തനായ അല്ലാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്, അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം. ഒരു അണുവളവ് അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽബിൽ വന്നു പോകരുത് കേട്ടോ. എന്റെയും നിങ്ങളുടെയും ആരുടെ കൽബിലും ഒരണുമണി പോലും ധിക്കാരം വന്നു പോകണ്ട. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. വഴിമധ്യേ വെച്ച് ബസ്സിന് അടിച്ചവരും, ബസ്സിന് കുത്തിയവരും, കാറ്റൊഴിക്കാൻ ശ്രമിച്ചവരും, അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരുമൊക്കെ ഉണ്ടായി. ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത്, ഒരിക്കലും പ്രതികരിക്കരുത്. ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വീട്ടരുതേ. ഇൻഷാ അല്ലാഹ് അതിനെല്ലാം സ്വയം പ്രതികാരവും പരിഹാരവും അല്ലാഹു തആല ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങളെ ഈമാനോടുകൂടി, നിങ്ങളെ യഖീനോടുകൂടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു,
അല്ലാഹു തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള വല്ല വിശാലതയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ وَرَأَيْتَ النَّاسَ يَدْخُلُونَ فِي دِينِ اللَّهِ أَفْوَاجًا അല്ലാഹുവിന്റെ ദീനിലേക്ക് ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ, ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ടാൽ അവിടെ കിബിർ തടിച്ചു പോകല്ലേ, അഹങ്കരിച്ചു പോകല്ലേ, മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക, അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിന് തസ്ബീഹ് ചെല്ലുക, തഹ്മീദ് ചെയ്യുക, തഅലീം ചെയ്യുക, തംജീദ്, തഹ്മീദ്, തംജീദ്, തഅലീം, തക്ബീർ, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ. ഇതാണ് അല്ലാഹു ചെയ്ത നിഅമത്തിന് നാം ചെയ്യേണ്ടത് എന്ന് എന്റെ സഹോദരങ്ങളോട് ഉണർത്തട്ടെ. കുറെ പത്രക്കാര്, കുറെ ചാനലുകാര്, കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെ ഈ സ്വഭാവം എന്താ അറിയോ? വിവരമുള്ള ആളോട് ചോദിക്കുന്നില്ല, വിവരമില്ലാത്തവരോട് പോയി ചോദിക്കുക. മദ്രസയിലെ കുട്ടികളോടൊക്കെ പോയി ചോദിക്കുന്നത് ഓരോരോ മസ്കല. എന്നാ പിന്നെ ആ മദ്രസയിലെ മൊയ്ലാരോട് ചോദിച്ചൂടെ? അല്ലെങ്കിൽ പള്ളിയിലെ ഖാദിയാരോട് ചോദിച്ചൂടെ? അല്ല, ചോദിക്കുന്നത് വിവരമില്ലാത്തവർ തന്നെ തെരഞ്ഞു പിടിച്ചിട്ട് പറയിക്കുക. എന്നിട്ട് അവര് പറഞ്ഞിട്ട് അതിങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ വലിയ സംഗതിയാണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് സ്വന്തം അതാ കുടുംബത്തിലുള്ളവർക്ക് എന്നെ മനസ്സിന് വേദന ഉണ്ടാക്കുക. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. ഇപ്പൊ മൗലവി വന്നിട്ട് പറയാ, അല്ല പള്ളിയിൽ പോയാലാണ് ഖൈർ എന്ന് പറയാ. ഇത് ബിദ്അത്ത്, കടുത്ത അനാചാരം, ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടുവരൽ, അതൊരിക്കലും പാടുള്ളതല്ല. അപ്പൊ ഇസ്ലാമിൽ ഉള്ളതല്ല കാര്യങ്ങൾ അത് സംഘടിപ്പിക്കുന്നതും അതിന് വേദിയൊരുക്കുന്നതും അതൊന്നും അനാചാരം എന്ന അർത്ഥത്തിലുള്ള ബിദ്അത്ത് അല്ല. നിങ്ങൾ ചോദിച്ചോക്ക്, മദ്രസ, ഇവിടെ മദ്രസ ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്രസ നടത്തിയിരുന്നോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി പോലുള്ള ഹദീസിന്റെ കിതാബുകൾ രചിച്ചിരുന്നോ? ഇല്ല. എന്തിനധികം പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30 ജുസുള്ള മുസഹഫ് നോക്കി ഖുർആൻ ഓതിയിരുന്നോ? ഇല്ല. ഖുർആൻ ഓതിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. 30 ജുസുള്ള ഒരു മുസഹഫിന്റെ ഒന്നാമത്തെ കോപ്പി തന്നെ ഇവിടെ എഴുതി തയ്യാറാക്കുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അതിന് മുമ്പ് നബി തങ്ങൾ വഫാത്താവുമ്പോ 30 ജുസുള്ള ഒരു മുസഹഫിന്റെ ലോകത്തില്ല. അതുകൊണ്ട് മുസഹഫ് അച്ചടിക്കലൊക്കെ ബിദ്അത്താ, നബി തങ്ങൾ ചെയ്യാത്തൊക്കെ ബിദ്അത്താ. മുസഹഫ് നോക്കി ഖുർആൻ ഓതൽ ബിദ്അത്താ, ബുഖാരി നോക്കിയിട്ട് ഓതി കൊടുക്കുന്നത് ബിദ്അത്താ. അതൊന്നും അനാചാരമല്ല. ബിദ്അത്ത് എന്ന് വേണമെങ്കിൽ ഭാഷയിൽ പറയാം, അത് അതിനെ സംബന്ധിച്ച് ആചാരം എന്ന അർത്ഥത്തിൽ പറയാം. പുത്തനാചാരം എന്ന് നിനക്ക് പറയാൻ പറ്റൂല. പുത്തനാശയമല്ലത്, പുത്തനാചാരമല്ലത്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഉള്ളതിന് ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയതാണ്. മദ്രസയും സിലബസും ടൈം ടേബിളും. നിങ്ങൾ ചോദിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മദ്രസയിലെ മുഅല്ലിമീങ്ങളാരായിരുന്നു ചോദിച്ചു, സദർ മുഅല്ലിമാരായിരുന്നു ചോദിച്ചു. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തുള്ള മദ്രസയിലെ സദർ മുഅല്ലിമാരാന്ന് ചോദിച്ചു. അതിന് സദർ മുഅല്ലിമില്ല, മുഅല്ലിമില്ല. എന്നാ പിന്നെ ഇൽമു പഠിപ്പിച്ചില്ല എന്നാ? അല്ല, ഇൽമു പഠിപ്പിച്ചിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് ആ നിലക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അതിന് ക്രമീകരണം വരുത്തിയതാണ്. അതാണ് നമ്മുടെ മദ്രസയും സിലബസ് ഒക്കെ. അപ്പൊ അതൊക്കെ ബിദ്അത്താണെന്ന് പറഞ്ഞ് തള്ളിയാൽ ഇസ്ലാം ദീൻ ഉണ്ടാവില്ല ഇവിടെ. അപ്പൊ ഇത് മഹാന്മാരെ ആദരിക്കാനുള്ള ഏർപ്പാടാണ്. അത് ബിദ്അത്താണെന്ന് പറഞ്ഞ് എതിർക്കുന്നവർക്ക് ഇസ്ലാമിനെ കുറിച്ച് വിവരം ഇല്ല. അതുകൊണ്ട് വിവരമില്ലാത്ത ആളുകൾ മതം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവരമുള്ളവരവിടെ നിൽക്കട്ടെ, വിവരമില്ലാത്ത ഞാൻ പറയട്ടെ എന്നാ. അപ്പോ സുബ്ഹാനല്ലാഹ്, അതിനെക്കാണ് രസമുണ്ട്. നമ്മളെ ഈ കുറെ ആൾക്കാരുണ്ടല്ലോ, കുറെ പത്രക്കാര്, കുറെ ചാനലുകാര്, കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെ ഈ സ്വഭാവം എന്താ അറിയോ? വിവരമുള്ള ആളോട് ചോദിക്കുന്നില്ല, വിവരമില്ലാത്തവരോട് പോയി ചോദിക്കുക. മദ്രസയിലെ കുട്ടികളോടൊക്കെ പോയി ചോദിക്കുന്നത് ഓരോരോ മസ്കല. എന്നാ പിന്നെ ആ മദ്രസയിലെ മൊയ്ലാരോട് ചോദിച്ചൂടെ? അല്ലെങ്കിൽ പള്ളിയിലെ ഖാദിയാരോട് ചോദിച്ചൂടെ? അല്ല, ചോദിക്കുന്നത് വിവരമില്ലാത്തവർ തന്നെ തെരഞ്ഞു പിടിച്ചിട്ട് പറയിക്കുക. എന്നിട്ട് അവര് പറഞ്ഞിട്ട് അതിങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ വലിയ സംഗതിയാണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് സ്വന്തം അതാ കുടുംബത്തിലുള്ളവർക്ക് എന്നെ മനസ്സിന് വേദന ഉണ്ടാക്കുക. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവരും നല്ലത് മാത്രം ചെയ്യുന്നവരും നന്മ ഉദ്ദേശിക്കുന്നവരും നമുക്കൊക്കെ മരിക്കണം എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്നവരുമായിരിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് തരും. നമ്മുടെ ഖൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം, നമ്മുടെ ഖൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനർത്ഥം ഖൽബിലേക്കല്ലേ നോട്ടം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഉണ്ട് ഒരു പുതിയ പരിപാടി. പെണ്ണുങ്ങൾ പലരും തലമറക്കുന്നു.
ആ മുല്യാർ പറഞ്ഞില്ലേ കൽബിലേക്കാണ് അള്ള നോക്കുക, അള്ള തലകൊള്ള നോക്കൂലോ. എടോ, കൽബ് നന്നായെങ്കിൽ നിന്റെ മുടി നീ പുറത്ത് കാണിക്കൂല പെണ്ണേ, അത് പച്ച ഹറാമല്ലേ. ഇപ്പോൾ ചില ചെറുപ്പക്കാർക്കുണ്ടൊരു ഏർപ്പാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞതും ഹദീസിലുണ്ട്, നബിതങ്ങൾ മുടി വളർത്തിയതും ഹദീസിലുണ്ട്. പക്ഷേ ആ നബിതങ്ങൾ മുടി വളർത്തുമ്പോൾ എണ്ണയിട്ട് വാർന്നിരുന്നു. ഇപ്പൊ എണ്ണ തൊടുന്നില്ല ചിലര്. എണ്ണ തൊടുന്നില്ല എന്ന് മാത്രമല്ല, കുളിച്ച് വന്നിട്ട് വാർന്നു വെക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് മേലോട്ടേക്ക് പൊക്കിയിടുകയാണ് മുടി. ഒരു പുതിയ പരിപാടിയാണ് അത്. സുന്നത്തിന്റെ രൂപമല്ല. മുടി വാർന്ന് അച്ചടക്കത്തിൽ വെക്കുകയാണ് വേണ്ടത്. ഒരു അച്ചടക്കമില്ലാത്ത സമൂഹമാണെന്ന് മുടി കാണുമ്പോൾ തന്നെ തോന്നാൻ പാടില്ലല്ലോ. ഇതുപോലെ ഞാൻ പറയട്ടെ, വേറെ ചില സംഗതി കാണുന്നുണ്ട്. ചിലര് മുടി അങ്ങ് പഠിക്കുകയാണ്. എവിടെ? അതാ മദ്യത്തിൽ മാത്രം വെച്ചിട്ട് 4 ഭാഗവും വടിച്ചു കളയുകയാണ്. ബേക്കിലൊന്നും തീരെയില്ല, മൊത്തം പഠിച്ചിട്ടുണ്ട്. മദ്യത്തിൽ മാത്രം ചട്ടി കുടുക്കിയതുപോലെ. ഇതും ശരിയായ രീതിയല്ല, അതും തെറ്റായ രീതിയാണ്. വേറെ ചിലര് മുടി അങ്ങോട്ട് വളർത്തിയിട്ട് പെണ്ണുങ്ങൾ വളർത്തും പോലെ ആണുങ്ങൾക്ക് മുടി എന്നിട്ട് ബാക്കി പിടിച്ച് കെട്ടിയിട്ടിട്ട് ഒരു ബാലുമായിട്ട് നടക്കുന്നു. ഇതൊന്നും ശരിയായ രീതിയല്ല. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പരിപൂർണമായി കടക്കണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോ നബി തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, നബി തങ്ങൾ എങ്ങനെയാണ് മുടി വളർത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, അത് പിന്തുടരാനുള്ളൊരു നല്ല മനസ്സ് മുസ്ലിമീങ്ങളെ നമുക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടാകണം. നമ്മൾ കുറെ അപ്പുറവും ഇപ്പുറവും കുറ്റം പറയുന്നവരും പരസ്പരം നിസ്സാരപ്പെടുത്തുന്നവരും പരസ്പരം ഭിന്നിക്കുന്നവരും പരസ്പരം ചീത്ത വിളിക്കുന്നവരും അങ്ങനെയൊന്നും ആകാതെ നമ്മുടെ മുന്നിലൊരു മരണമുണ്ടെന്ന ബോധത്തോടെ ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഒന്ന് മരിക്കണം. സുബ്ഹാനല്ലാഹ്. അതുവരെ ഉള്ള ആളുകൾ അവരെല്ലാം മാറി നിന്നുപോയി. നമ്മൾ സ്വന്തത്തിൽ തന്നെ മരണത്തിന്റെ വേദന അനുഭവിക്കുകയാണ്. ആ മരണം സംഭവിച്ചാൽ നമുക്ക് ഖബറിലേക്ക് ഒറ്റക്ക് പോയി കിടക്കാനുള്ളതാണ്. അവിടെ മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി പറയാനുള്ളതാണ്. കൂടെ ആരും വരുന്നില്ലല്ലോ. എത്ര വലിയ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവനും മയ്യിത്ത് കട്ടിലിൽ കയറുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്. കണ്ണട അഴിച്ചു വെച്ചു പോയി. അതേ, ഈ സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടോ? ഹറാം. അത് ഊരി വെച്ചു പോയി. എല്ലാ മോതിരവും എല്ലാ സാധനവും ഊരി വെച്ചു പോയി. നിന്റെ അന്തസ്സുള്ള ഡ്രസ്സുകളൊക്കെ ഊരി വെച്ചു പോയി. വെറും 3 കഷ്ണം തുണിയിൽ നിന്നെ പൊതിയുമ്പോൾ നീ പലരെയും ഗീബത്ത് പറഞ്ഞ നിന്റെ തൊള്ളയില്ലേ, നീ കളവ് പറഞ്ഞ നാവും തൊള്ളയുമില്ലേ, നീ ചിലപ്പോൾ കഞ്ചാവടിച്ച വായില്ലേ, അതിന് പരുത്തി വെച്ചു പോയി. അന്യപെണ്ണിലേക്ക് നോക്കിയ കണ്ണില്ലേ, അവിടെ പരുത്തി വെച്ചു പോയി. നിന്റെ കാത് ഹറാമിങ്ങനെ കേട്ട കാതില്ലേ, അലിമീങ്ങളെ ചീത്ത പറയുന്നതും കുറ്റം പറയുന്നതൊക്കെ കേട്ട നാവില്ലേ, അതേ കാതില്ലേ, അതിന് അതാ പരുത്തി വെച്ചു പോയി. നിന്റെ തൊള്ളക്ക് പരുത്തി വെച്ചു പോയി. അങ്ങനെ നിന്റെ കൈകൾക്കിടയിൽ വിരലുകൾക്കിടയിലും എല്ലാം പരുത്തി വെച്ചു പോയി. 3 കഷ്ണം തുണിയിലങ്ങ് പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഒരു സമയം ഈ പാവപ്പെട്ട എനിക്ക് അത് എപ്പോഴാണെന്ന് പറയാനൊക്കുമോ? നാളെ ഈ സമയത്ത് ഞാൻ ഖബറിലാണോ അല്ല ഇതേപോലെ പുറത്താണോ എനിക്ക് പറയാനൊക്കുമോ? നമുക്ക് ആർക്കെങ്കിലും പറയാനൊക്കുമോ? ഓ മുഅ്മിനീങ്ങളെ, വസ്തഫിരീഖിദ്ദം മിൻ ഐനിൻ ഖാദിം തലഅത് മിനൽ മഹാരിമി വൽ സംഹിം യതന്നദമി. നിങ്ങളോടിത് പറയുമ്പോൾ ഞാനൊരു മഅസൂമായ നബിയല്ല, മഹ്ഫൂദായ ഖുത്ബല്ല. ഞാൻ നിങ്ങളിൽ ഏറ്റവും മോശക്കാരനായിരിക്കാം. അള്ളാഹു നമുക്കെല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ഖൽബ് അള്ളാഹുവിലേക്ക് തിരിച്ച് ജീവിതത്തിൽ വന്ന തെറ്റുകൾക്കൊക്കെ റബ്ബിനോട് മാപ്പ് പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നും നല്ലവരായി ജീവിച്ച് മരിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ
നിർത്തട്ടെ. അർഹമുർ റഹീമീൻ റബ്ബേ, ഞങ്ങൾക്ക് എപ്പോഴും മുന്നിൽ മരണമുണ്ടെന്ന ബോധത്തോടുകൂടി ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.